ആ കേരള യാത്രയിൽ എന്താ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പറഞ്ഞത്? എന്തേ പറഞ്ഞു? വഹാബികളോട് കൂട്ടുകൂടാനോ അവരെ സുഹൃത്താക്കാനോ പാടില്ല. അങ്ങനെ പറയോ? പാപ്പയുടെ യാത്രയിൽ പറഞ്ഞ സംഗതി അതിനോടല്ലേ പേരോട് ഇന്നലെയും കടിക്കുന്നത്. മാത്രമല്ല അതിൽ പറയുന്നുണ്ട് 89 ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഈ വിഷയത്തിലാണ്. അത് പിന്നെ ഞങ്ങൾ ഉറച്ചു നിന്നാ പറയുന്നത്. ഇതങ്ങനെ മറന്നു പോകുന്ന സംഭവമല്ല. ഇന്ന് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ പ്രസംഗം, ഇന്നലെ പേരോടിന്റെ പ്രസംഗം, ഇതിലൊക്കെ നിങ്ങളെ കുത്തുകയാണ്. ഇന്നും ഇ.കെ. ഉസ്താദിനെ കുത്തുകയാണ്. ഓർക്കും ആർക്കും ചെയ്യലേ കേൾപ്പിച്ചോട്ട് പേരോടിന്റെ പ്രസംഗം. 12 വെട്ടിയെന്ന് നശിപ്പിച്ചു. നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല. അവർ നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ? ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവ്വകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് ഒരു ഇഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാ ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താനുൽ ഉലമാ അല്ലാഹുവേ എന്താണ് പറഞ്ഞത്? വിദഅത്തുകാരുമായി ബന്ധം പാടില്ല എന്ന നയത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് താജുൽ ഉലമയും നൂറുൽ ഉലമയും ഒക്കെ അന്ന് നിലനിന്നത്, ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴും ഞങ്ങൾ അതിൽ നിൽക്കുന്നു പേരോട് പറയും. ഇപ്പോഴും ഞങ്ങൾ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പേരോട് പറഞ്ഞു. ഇത് കേൾപ്പിക്കേണ്ടി വരികയാണ് ആർക്ക്? നമ്മളെ നൗഷാദിനെ. ഓൻ ഇന്നലെ വരെ ഓൻ പ്രസംഗിച്ചിരുന്ന എന്തായിരുന്നു? പേരോട് വഹാബി ആയിരിക്കുന്നു. എന്നിട്ട് പേരോട് ഉസ്താദ് ഇവിടെ കേരള യാത്രയിൽ പ്രസംഗിച്ചത് വ്യക്തമായിട്ട് കേൾപ്പിക്കാം. അപ്പൊ ഓൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം അതിൽ കേൾപ്പിക്കേണ്ടത് വന്നത്? ഇവന്റെ ഈ ഒരു പരിപാടി കരുളായി ഖണ്ഡനം 3 എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. ലൈവ് നടന്ന് ഞാൻ അങ്ങനെ കേട്ടതാ. അപ്പൊ അതിലാണ് ഈ കേരള യാത്രയിൽ പ്രസംഗിച്ച പേരോട് ഉസ്താദിന്റെ ഭാഗം കേൾപ്പിക്കുന്നത്. പൊതുവെ ഓൻ പേരോട് ഉസ്താദിന്റെ പല ക്ലിപ്പുകളും കേൾപ്പിക്കാറുള്ളത് പേരോട് ഉസ്താദിനെ എങ്ങനെയെങ്കിലും വഹാബിയാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പേരോട് ഉസ്താദ് ആരാ മോനെ? പേരോട് ഉസ്താദ് പറയേണ്ടത് മുഖത്ത് നോക്കി പറയും, ആരോടും പറയും. പേരോട് ഉസ്താദിന്റെ ഏതെങ്കിലും ക്ലിപ്പിട്ട് ഇവൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസംഗം മുഴുവനായിട്ട് നമ്മളൊന്ന് കേൾക്കാൻ ശ്രമിക്കണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. കാരണം ആ പ്രസംഗത്തിന്റെ ക്ലിപ്പുകളിൽ തിരിമറി ചെയ്തുകൊണ്ടാണ് ഇവൻ പല ഉടായ്പ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദ് അത് ഫുള്ള് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മളെ സംശയം തീർന്നിട്ടും പേരോട് ഉസ്താദ് എന്ന് പറയുന്ന വലിയ മഹാനെ ശരിക്ക് ഉസ്താദിന്റെ ഓരോ പ്രവർത്തനം കാണുമ്പോൾ പടച്ചറപ്പെ ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു പോക്കാറാണ്. നമ്മൾ AP ഉസ്താദ് ഒരു കാലത്ത് എങ്ങനെയൊക്കെ അനുഭവിച്ചിരുന്നു അതേപോലെ പേരോട് ഉസ്താദും പല വിഷയങ്ങളിലും ആദർശം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇവന് ഈ വിഷയം പറഞ്ഞിട്ട് പിന്നെ ഇവൻ പറഞ്ഞത് സമർത്ഥിക്കണല്ലോ. അതിനുവേണ്ടി കുറച്ചും കൂടി ചില ഭാഗങ്ങളോ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പോഴും ഞങ്ങൾ അതിൽ നിൽക്കുന്നു പേരോട് പറയുന്നത്. പേരോട് പറഞ്ഞത് പൊട്ടത്തരം. അയാൾ ഫുള്ള് വഹാബിന്റെ കൂടെ, അയാളുടെ സ്ഥാപനത്തിൽ വഹാബി ക്ലാസ് എടുക്കുന്നു. അയാളുടെ അയാളിന്റെ വലിയ വഹാബിയായി, മൂത്ത വഹാബിയായി മാറി. ഇവര് തേമേനെ അത് പറഞ്ഞെടുക്കണം. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. അയാളുടെ ആരോപണം നോക്കി ഇപ്പോഴും ആർക്കെതിരെയാ? ശംസുൽ ഉലമക്കെതിരെ. ഇത് ഇയാൾ വരെ മറക്കാനും പൊറുക്കാനും കഴിയും. ഇനി അതിലേറെ രസകരമായ ഒരു സംഭവം കൂടിയുണ്ട്. എന്താണെന്നറിയോ? പേരോട് അതുപോലെയുള്ള AP സമസ്ത അവർ ഇതിനാണ് പിരിഞ്ഞു പോകുന്നതെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഫുള്ള് വഹാബിന്റെ കൂടെ. ഇന്റർനാഷണൽ താഴിയൊക്കെ തബ്ലീഗുകാരുടെ കൂടെ തന്നെയാണ് ഉറങ്ങാനടക്കം. ഇത് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറഞ്ഞപ്പോ പേരോട് കോഴിക്കോട് വന്നുകൊണ്ട് പ്രസംഗിച്ചു, വഹാബിന്റെ കൂടെ ബന്ധം പാടില്ല, അതാണ് ഞങ്ങളുടെ സംഘടനയുടെ നയം. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ